ഉറച്ചു നിൽക്കാനായിട്ട് നമുക്ക് ഒരിടം വരെ പോകാം. അവിടെ എന്തായി കാര്യങ്ങളെന്ന് നോക്കാം. ശബരിമലയിലേക്കാണ്. വലിയ തിരക്കാണ് ഇപ്പോഴും. 3 ലക്ഷത്തിലധികം പേരാണ് ഇതുവരെ ആകെ ദർശനം നടത്തിയത്. സ്പോട്ട് ബുക്കിംഗ് 5000 ആക്കി കുറച്ചതോടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. തിങ്കളാഴ്ച വരെ നിയന്ത്രണങ്ങൾ തുടരും. വെർച്വൽ ക്യൂവിലൂടെ എത്തുന്ന എല്ലാവർക്കും സുഗമമായ ദർശനം ഉറപ്പാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഒരാൾക്കും മടങ്ങിപ്പോകേണ്ടി വരില്ലെന്ന് ADGP S. ശ്രീജിത്ത് പറഞ്ഞു. അർജുൻ കല്യാണും പ്രവീൺ പുരുഷോത്തമനും നമുക്കൊപ്പം സന്നിധാനത്ത് നിന്ന് ചേരുകയാണ്. രണ്ടുപേർക്കും സുപ്രഭാതം. അർജുൻ കല്യാൺ, ശബരിമല കയറി. ശബരിമലയിലെ പ്രഭാതം ഒരു തണുപ്പുള്ള പ്രഭാതമാണോ ഇന്ന്? എത്രത്തോളം തിരക്കുണ്ട് രാവിലെ? ശബരിമലയിലെ ശാന്തസുന്ദരമായ പ്രഭാതം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വലിയ ഭക്തജന തിരക്കുണ്ടെങ്കിലും എല്ലാം സുഗമമായി നടക്കുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലുള്ള പ്രശ്നങ്ങൾ എവിടെയും തന്നെ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. അയ്യപ്പന്മാർക്കൊക്കെ ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും അത് മണിക്കൂറുകളോളം നീണ്ട, അല്ലെങ്കിൽ ഏകദേശം ഒരു 2-3 മണിക്കൂർ നടപ്പന്തലിൽ ക്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സുഗമമായി ദർശനം നടക്കും. നമുക്കിപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാം. അയ്യപ്പന്മാരെല്ലാം വളരെ ശാന്തമായി തന്നെ നടന്ന് മെല്ലെ ഈ പറയുന്ന 18-ാം പടി കയറി ഈ ദർശനത്തിന് വേണ്ടി പോവുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി NDRFന്റെ സംഘം കൂടി ഈ ശബരിമലയിലേക്ക് എത്തി. 2ാം ഘട്ട സംഘമാണ് ശബരിമലയിൽ ഇന്നലെ രാത്രിയോടുകൂടി ചുമതല ഏറ്റെടുത്തത്. ഇപ്പോൾ 60 NDRF സംഘം കൂടി ശബരിമലയിലേക്ക് എത്തിയിട്ടുണ്ട്. NDRFന്റെ ടീം കമാൻഡർ ഇൻസ്പെക്ടർ GS പ്രശാന്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ NDRFന്റെ 60 അംഗ ടീം ഇപ്പോൾ ശബരിമലയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതെ, തീർച്ചയായിട്ടും. NDRFന്റെ ഇപ്പോൾ നിലവിൽ 2 ടീം ഇപ്പോൾ ഫുൾ ഡ്യൂട്ടിയിൽ ഇവിടെയുണ്ട്. 30 പേരാണ് ഒരു ടീമിന്റെ സ്ട്രെങ്ത് വരുന്നത്. അപ്പോൾ ഒരു ടീം നമ്മുടെ സന്നിധാനത്തും മറ്റൊരു ടീം പമ്പയിലുമായിട്ടായിരിക്കും ഡ്യൂട്ടി ചെയ്യുക. ശബരിമലയിൽ 40 പേരും അതുപോലെ തന്നെ പമ്പയിൽ 20 പേരും എന്ന രീതിയിലാണ് ഡ്യൂട്ടി അസൈൻ ചെയ്തത്. അതെ, ഇപ്പോൾ തിരക്ക് അനുസരിച്ച് നമ്മൾ താഴത്തേക്ക് മെല്ലെ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ സന്നിധാനത്ത് ഇപ്പോൾ നിലവിൽ 40 പേരെ സ്ട്രെങ്ത്തും താഴെ പമ്പയിൽ 20 പേരെ സ്ട്രെങ്ത്തോടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ NDRFന്റെ സംഘം തീർത്ഥാടനം തുടങ്ങുന്നത് മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് NDRFന്റെ സംഘം ഇവിടത്തേക്ക് എത്തുന്നത്. എങ്ങനെ ഒരു ഡിലേ ഉണ്ടാവാൻ ഏതെങ്കിലും? ഇല്ല, ഡിലേ ഇൻ ദ സെൻസ് ഞങ്ങൾക്ക് അപ്രൂവൽ വരുമ്പോഴാണ് ടീം മൂവ് ചെയ്യുന്നത്. NDRFന്റെ മാൻഡേറ്റിൽ ഒരു അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ 10 മിനിറ്റ്സ് ടീം മൂവ് ആയിരിക്കും. അതുപോലെയാണ് ഇപ്പോൾ ഫസ്റ്റ് ടീം തൃശ്ശൂരിൽ നിന്ന് മൂവ് ആയതും 2ാമത്തെ ടീം ചെന്നൈയിൽ നിന്ന് മൂവ് ആയതും. ആദ്യഘട്ടത്തിൽ സന്നിധാനത്ത് 2 സോപാനത്തും അതുപോലെ തന്നെ 18-ാം പടിക്ക് താഴെ വലിയ നടപ്പന്തലിന്റെ ഭാഗത്തുമാണ് ഇപ്പോൾ അതെ, ഇപ്പോൾ നിലവിൽ സന്നിധാനവും പിന്നെ നടപ്പന്തലും ഇത് രണ്ടുമാണ് NDRFനുള്ള ഡ്യൂട്ടി പോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യുക, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ടാസ്ക്. അതിനുശേഷം പിന്നെ ഓരോ ടീമും, ഇപ്പോൾ നടപ്പന്തലുള്ള ടീമാണെങ്കിൽ കൂടി അവർ റോപ്പ് റെസ്ക്യൂ, അതുപോലെ കട്ടിങ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഷെഡ് വീണിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ്സ് വെച്ചിട്ടായിരിക്കും അവിടെ ടീം ഉണ്ടാവുക. എക്യുപ്മെന്റ്സും എല്ലാം ആ രീതിയിൽ തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും. ഇപ്പോൾ മെറ്റൽ, കോൺക്രീറ്റ് അല്ലെങ്കിൽ വുഡ് കട്ടിംഗ് എക്യുപ്മെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. റോപ്പ് റെസ്ക്യൂ എക്യുപ്മെന്റ്സ് കയ്യിലുണ്ട്. അപ്പോൾ എന്താണോ ആവശ്യം വരുന്നത് അതനുസരിച്ച് ട്രെയിൻഡ് ആണ്. ഓരോ റെസ്ക്യൂവറും മെഡിക്കലി ട്രെയിൻഡ് ആണ്. അപ്പോൾ ഏകദേശം അവർക്കിപ്പോൾ ഓരോരുത്തരും ഷിഫ്റ്റ് വൈസ്, നമ്മൾ ഓരോ ഷിഫ്റ്റിലാണ് വരുന്നത്. 24 hours NDRFന്റെ സേവനം ഉണ്ടാവും. അപ്പോൾ ഓരോ ഷിഫ്റ്റിലും 6 പേര്. അപ്പോൾ NDRF സംഘത്തിന്റെ സേവനം പ്രധാനമായും മെഡിക്കൽ ആവശ്യങ്ങൾക്കടക്കം വരുന്ന ഭക്തർക്ക്, ഇനി അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നിങ്ങൾക്ക് NDRFനെ ബന്ധപ്പെടാം. വലിയ നടപ്പന്തലിലും അതുപോലെ തന്നെ സന്നിധാനത്തും 24 മണിക്കൂറും NDRFന്റെ സേവനം ഉണ്ടാകും. എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാലും സഹായത്തിനായി സേവന സന്നദ്ധരായി അവരവിടെ ഉണ്ടാകും. ഒപ്പം നമ്മുടെ പോലീസ് അയ്യപ്പന്മാരും സദാ അവിടെ സന്നദ്ധരായി നിൽക്കുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ കൂടിയുണ്ട് സന്നിധാനത്ത് നിന്ന്. പ്രവീൺ പുരുഷോത്തമൻ, പുലർകാലത്ത് സന്നിധാനത്തെത്തി ദർശനം എന്ന് പറയുന്നത് ഏത് ഭക്തനും ആഗ്രഹിക്കുന്ന, ശബരിമലയിലെ ഏറ്റവും മനോഹരമായ ഒരു ആഗ്രഹം തന്നെയാണ് അവിടേക്ക് എത്തുക. ഈ സമയത്ത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ശബരിമല സന്നിധാനത്ത് നിന്ന് അയ്യപ്പനെയും അതുപോലെ തന്നെ ആ ഒരു സൂര്യന്റെ രശ്മികൾ വീണ് കിടക്കുന്ന സന്നിധാനത്ത് നിന്ന് നിൽക്കുക. ഇന്നിപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ആ ഒരു ശബരിമല നിരകളുടെ ഒരു കാഴ്ച കൂടി പ്രവീണിനെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് തോന്നുന്നു. മനോഹരമായ ഒരു പ്രഭാതമല്ലേ? ഗുഡ് മോർണിംഗ് സുജയ, സ്വാമി ശരണം. ശബരിമല എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രം എന്നതോടൊപ്പം തന്നെ ആ ഭാഗത്തെ പ്രകൃതി ഭംഗി നമുക്കറിയാം. വനത്തിനകത്തുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ പ്രകൃതി ഭംഗി, അവിടുത്തെ കാലാവസ്ഥ, ഇതൊക്കെയാണ് ഭക്തരെ കൂടുതലായി ആകർഷിക്കുന്നത്. ഭക്തിയോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. സന്നിധാനത്ത് നിന്ന് നോക്കുമ്പോൾ മഞ്ഞ് മൂടിയ സ്ഥലങ്ങളാണ്. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ക്ഷേത്രനട തുറന്നത്. അതിനുശേഷം ഇപ്പോൾ 7:10 ആയിരിക്കുന്നു. മഞ്ഞിപ്പോഴും മാറിയിട്ടില്ല. നല്ല തണുപ്പാണ് ഈ ഭാഗത്തെല്ലാം. മരങ്ങളെല്ലാം, ഇത് സന്നിധാനത്ത് മുൻവശത്ത് ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള 4 വലിയ മരങ്ങളുണ്ട്. ആ മരങ്ങളുടെ പുറകിലാണ് മലനിരയുള്ളത്. തൊട്ട് വലത് സൈഡിൽ നമുക്ക് ആൽമരം കാണാൻ സാധിക്കും. ഈ ആൽമരം എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ്. കാരണം തൊട്ടടുത്ത് ആഴി കാണാം. ഈ ആഴിയുടെ ചൂട് എത്ര ഏറ്റാലും ആലിൻ്റെ ഇലകൾ അത് വാടില്ല എന്നാണ്
തീർത്ഥാടകർ പറയുന്നത്. അത് നമുക്ക് നേരിട്ട് കാണാവുന്നത് തന്നെയാണ്. എത്രയോ മണിക്കൂറുകൾ, എത്രയോ ദിവസങ്ങൾ, എത്രയോ മാസങ്ങൾ ഇങ്ങനെ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം മുഴുവൻ ആഴി ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ആ സമയം മുഴുവൻ ആഴിയിൽ നിന്നുള്ള പുകയെല്ലാം ഈ ആലിലാണ് പതിക്കുന്നത്. പക്ഷേ നാം അടുത്ത് നിന്ന് നോക്കുമ്പോൾ ആലിൻ്റെ ഇലകളൊന്നും അത് വാടുന്നില്ല എന്നുള്ളത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. തൊട്ട് വലത് സൈഡിൽ നമുക്ക് ഭക്തരുടെ തിരക്ക് കാണാൻ സാധിക്കും. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തുന്ന ആ ഒരു കാനനപാത, 4.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു കാനനപാത, അത് ഒരു എപ്പോഴും തീർത്ഥാടകർ പറയുന്നത് അവർ മറ്റൊരു ലോകത്തേക്ക് എപ്പോഴും ചെല്ലുന്നത് പോലെ തന്നെയാണ്. ഭക്തി എന്നതോടൊപ്പം തന്നെ പ്രകൃതിയും ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ആകർഷണീയത തന്നെയാണ്. ഇപ്പോൾ കൊച്ചു അയ്യപ്പന്മാരൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കുഞ്ഞുങ്ങളാണ്. നിങ്ങളെപ്പോഴാണ് വന്നത്? കുഞ്ഞു ഉറക്കമാണോ? അല്ലല്ല, കരച്ചിലാണ്. എപ്പോഴാ പമ്പയിൽ നിന്ന് പുറപ്പെട്ടെ? നമ്മൾ പമ്പയിൽ രാവിലെ 3 മണിക്ക് എത്തിയത്. കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റും ഒക്കെ കിട്ടുന്നുണ്ടോ? എല്ലാം കിട്ടുന്നുണ്ട്, വെള്ളം എല്ലാം കിട്ടുന്നുണ്ട്. അത് ബിസ്ക്കറ്റ് അല്ല, മൈക്കാണ്. എങ്ങനെയുണ്ട് അമ്മേ? പമ്പയിൽ നിന്ന് എത്ര മണിക്കാണ് പുറപ്പെട്ടത്? പമ്പയിൽ നിന്ന് നമ്മൾ 5 മണിക്കാണ്, 5:30. ഈ വലിയ നടപ്പന്തലിലൊക്കെ എത്ര സമയം നിൽക്കേണ്ടി വന്നു? നടപ്പന്തലിൽ നമ്മൾ പെട്ടെന്ന് പുറത്തൂടെ കയറി പോകുന്നു. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് പെട്ടെന്ന് കയറ്റി വിടും. ഇതെന്താ കയ്യിലെന്തായിരിക്കുന്നത്? വെള്ളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കിലുക്കമാണ്. വീണും സഹോദരിയുടെ കുഞ്ഞിനൊക്കെ ഇങ്ങനെയുള്ള കിലുക്കമൊക്കെ വാങ്ങിക്കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പോലീസ് അയ്യപ്പന്മാരൊക്കെ അവിടെ വിശ്രമിച്ച് നിൽക്കുന്നുണ്ട് കുറേ പേർ. അവരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരികയാണ്. അവരുടെ ഒരു അക്ഷീണ പ്രയത്നം കൂടി തിരക്ക് നിയന്ത്രിക്കുന്നതിൽ നിർണായകമായി മാറിയല്ലേ? അതെ സുജിയ, ഈ പോലീസുകാരുടെ കാര്യം നാം എടുത്തു പറയണം. കാരണം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്താണ് പോലീസുകാർ വിശ്രമിക്കുന്നത്. ഇവർക്ക് 10 മിനിറ്റാണ് ഈ നമ്മുടെ 18-ാം പടിയിൽ ഡ്യൂട്ടിയുള്ളത്. കാരണം 10 മിനിറ്റ് നേരം അവർ അത്യധ്വാനം ചെയ്യുന്നു. പരമാവധി വേഗത്തിൽ അവർ ഭക്തർക്ക് ഈ 18-ാം പടി ചവിട്ടിക്കാനുള്ള അവസരം കൊടുക്കുന്നു. ഇവിടെ പ്രത്യേക അവർക്ക് കാപ്പി, ഒപ്പം തന്നെ ചുക്ക് കാപ്പിയാണ് സന്നിധാനത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇവിടെ വരുന്ന ഏവർക്കും കാലാവസ്ഥ ആദ്യ സമയത്ത് പൊരുത്തപ്പെടാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് പനി വരാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചുക്ക് കാപ്പി ഏത് സമയവും ഇവിടെ ലഭ്യമാണ്. ആ ചുക്ക് കാപ്പി കുടിച്ച് ഉന്മേഷവാന്മാരായിട്ടാണ് എപ്പോഴും ഈ ഡ്യൂട്ടിക്കായിട്ട് 18-ാം പടിയിലേക്ക് പോലീസ് അയ്യപ്പന്മാർ പോകുന്നത്. അത് അവർക്ക് അവിടെ ഇരുന്ന് വിശ്രമിക്കാനുള്ള പ്രത്യേക സൗകര്യം തന്നെയുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അടുത്ത ട്രിപ്പ് ചുക്ക് കാപ്പി വന്നിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡ് ജീവനക്കാരാണ്. അവർ ഓരോ സമയം ഇത് തീരുന്ന മുറയ്ക്ക് തന്നെ ഇവിടെ ചുക്ക് കാപ്പിയും ഒപ്പം തന്നെ ഹോർലിക്സ് ആണ്. അത് ഉന്മേഷം കൂടുതൽ കിട്ടുന്നതിനായിട്ട് അങ്ങനെയുള്ള പാനീയങ്ങളൊക്കെയാണ്, സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അവർക്ക് പ്രത്യേക ഇരിപ്പിടങ്ങളൊക്കെയുണ്ട്. അടുത്ത ടേണിനായിട്ട് അവർ കാത്തിരിക്കുകയാണ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ശ്രീകോവിലിന് സമീപത്തേക്ക് ഭക്തർ ഇങ്ങനെ ഇറങ്ങുന്നത്. ഇന്ന് വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. രാവിലെ 3 മുതൽ, അതായത് 4 മണി വരെ അവിടേക്ക് എത്തി ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിനിറ്റിൽ 65 പേർ വരെയൊക്കെയാണ് പടി കയറുന്നത്. എല്ലാ സംവിധാനങ്ങളും അവിടെ തയ്യാറാണ്. പ്രവീൺ പുരുഷോത്തമൻ, അപ്പോൾ ഹോർലിക്സും ചുക്കുകാപ്പിയും ഒക്കെ അവിടെ കിട്ടുന്നുണ്ട്. അതാണ് ഊർജ്ജത്തിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലായി. അപ്പോൾ സന്നിധാനത്തിലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് പ്രവീൺ പുരുഷോത്തമനിലേക്കും അർജുൻ കല്യാണിലേക്കും പോകാം. ഭക്തരുടെ പ്രവാഹം തുടരുകയാണ്. എല്ലാവർക്കും സുഗമമായ ദർശനം സാധ്യമാകുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് ഈ പ്രഭാതത്തിൽ വരുന്നത്. നമുക്ക് ഇനി യാത്രാ സൗകര്യങ്ങൾ എങ്ങനെയുണ്ട് എന്നതുകൂടി നോക്കാം. നിലയ്ക്കലിൽ നിന്ന് ഗോകുൽനാഥ് നമുക്കൊപ്പം ചേരുന്നു. ഗോകുൽനാഥ്, ഗുഡ് മോർണിംഗ്. യാത്രാ ക്രമീകരണങ്ങൾ സാധാരണ പമ്പ മുതലാണ് കർശനമാക്കുന്നതെങ്കിൽ ഇത്തവണ വലിയ തിരക്ക് ആദ്യ ദിവസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നിലയ്ക്കൽ മുതൽ തന്നെ, പ്രത്യേകിച്ചും എരുമേലി നിലയ്ക്കൽ റൂട്ടിലൊക്കെ ഇന്നലെ തന്നെ വലിയ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. ആ നിയന്ത്രണങ്ങളൊക്കെ ഫലപ്രദമായോ? എങ്ങനെയുണ്ട് ഇപ്പോൾ ക്രമീകരണങ്ങൾ? സുജയ, ഞാനിപ്പോൾ നിലയ്ക്കലല്ല നിലവിലുള്ളത്. പമ്പയിലേക്ക് എങ്ങനെയാണ് ഇവിടുത്തെ രീതികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടി പമ്പയിലേക്ക് വന്നിരിക്കുകയാണ്. നിലയ്ക്കലിലാണ് നിൽക്കുന്നതെന്നാണ് എന്നോട് അപ്പൊ നമ്മുടെ ജോസിനെ അറിയിക്കാതെ നിലയ്ക്കലിൽ നിന്ന് ഗോകുൽ പുറപ്പെട്ടു അല്ലേ? അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു, എന്നാലല്ലേ പമ്പയിൽ എത്താൻ പറ്റൂ? തീർച്ചയായിട്ടും ഒരല്പം മുൻപ് പുറപ്പെടേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വന്നു. കാരണം നിലയ്ക്കലിൽ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും നിലവിൽ അനുഭവപ്പെടുന്നില്ല. ആ പ്രദേശത്ത് നിന്ന് വാഹനങ്ങൾ ഗതാഗതം പൂർണ്ണമായിട്ടും അണ്ടർ കൺട്രോളിലാണ് എന്നുള്ള തരത്തിലാണ് പോലീസ് കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ 2 ഇടത്തായിട്ട് ചെക്ക് പോയിന്റ് വെച്ച് അവിടെ പരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് പമ്പയിലേക്ക് കടത്തിവിടുകയും അവിടെ സ്പോട്ട് ബുക്കിംഗ് ഉള്ള സംവിധാനമൊക്കെ നിലവിൽ നിലയ്ക്കലിലാണ് ഒരുക്കിയിരിക്കുന്നത്. കാരണം നിലയ്ക്കൽ ഒരുക്കാൻ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഈ തിരക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ നിലയ്ക്കൽ
പ്രദേശത്ത് അവിടെയാണ് നിലവിൽ ചെക്ക് പോയിന്റ് വെച്ചുകൊണ്ട് അവിടെ നിന്ന് സ്പോട്ട് ബുക്കിംഗ് ചെയ്ത് ആളുകളെ കടത്തിവിടുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പമ്പയുടെ തീരമാണ്. പമ്പാ തീരത്ത് നിന്ന് സ്നാനമൊക്കെ കഴിഞ്ഞ ആളുകൾ കയറിപ്പോകുന്നു. അതുമാത്രമല്ല ദർശനം കഴിഞ്ഞ് തിരിച്ചു മടങ്ങിപ്പോകുന്ന ഒരു പാത കൂടിയാണെന്നുള്ളതാണ്. അപ്പോൾ വലിയ തിരക്ക് രാവിലെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. വളരെ വ്യക്തമാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നിരവധി ആളുകൾ വരുന്നു പോകുന്നു. അതിനപ്പുറത്തേക്ക് സ്പോട്ട് ബുക്കിങ്ങിലൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 7ഓളം കേന്ദ്രങ്ങളാണ് ഏറ്റവും പുതുതായി. കഴിഞ്ഞ ദിവസം 5 കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 7 കേന്ദ്രങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. വിരിവെക്കാനുള്ള സ്ഥലങ്ങളുമൊക്കെ കൂടുതൽ ഒരുക്കുന്നുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകൾ പലയിടങ്ങളിലും നേരിടുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ നിലവിൽ ഈ തീർത്ഥാടന സീസൺ നേരിടുന്നുണ്ടെന്നുള്ളതാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഗതാഗത നിയന്ത്രണമായിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അത്ര ഗതാഗത നിയന്ത്രണം ഇന്നത്തെ ദിവസം ഇല്ല. കാരണം നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത്ര ആളുകളെ ഉൾക്കൊള്ളാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഇന്ന് ഉണ്ടാകാനുള്ളൊരു സാധ്യതയില്ല. സ്പോട്ട് ബുക്കിംഗ് എത്ര വേണമെങ്കിലും ഇന്നത്തെ ദിവസം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ തന്നെ ദർശനം കഴിഞ്ഞ് പമ്പ ഇറങ്ങിപ്പോകുന്ന ആളുകളെയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഇന്നത്തെ ദിവസം പങ്കുവയ്ക്കാനുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അതായിരുന്നില്ല സ്ഥിതി. ആദ്യത്തെ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. സാധാരണഗതിയിൽ ഈ സീസൺ തുടങ്ങി ആദ്യത്തെ ദിവസം ഒരു തിരക്കുണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ രണ്ടാം ദിവസം തിരക്കുണ്ടാകുക അത്ര സ്വാഭാവികമായ കാര്യമല്ല. എന്തായാലും ഇന്നത്തെ ദിവസം വലിയ തിരക്ക് ഇല്ല എന്നുള്ളതാണ്. ഈ തിരക്ക് ദർശനം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആളുകളാണെന്നുള്ളതാണ്. ചേട്ടാ, എങ്ങനെയുണ്ട്? തിരക്കുണ്ടായിരുന്നോ? തിരക്ക് ഉണ്ട്, നല്ല തിരക്കുണ്ട്. കുഴപ്പമില്ല. കുഴപ്പമില്ലായിരുന്നു. എന്തായാലും ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഭക്തരാണ് ഇപ്പോൾ നിലവിൽ നമ്മളോട് സംസാരിച്ചത്. വലിയ തിരക്ക്, അത്യാവശ്യ തിരക്കേ ഉള്ളൂ. വലിയ തിരക്ക് ഇപ്പോൾ നിലവിൽ അനുഭവപ്പെടുന്നില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ ഈ തിരക്ക് രൂക്ഷമാകാനുള്ള ഒരു സാഹചര്യവും സാധ്യതയും ഒക്കെ നിലവിലുണ്ട്. ശരി, ഗോകുൽനാഥ് അങ്ങനെ നിലയ്ക്കലിൽ നിന്നും പമ്പയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സുഗമമായി തന്നെ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് എത്തിച്ചേരാം എന്നത് ഗോകുൽ തന്നെ യാത്ര ചെയ്ത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അതോടെ തന്നെ ഭക്തജനങ്ങൾക്കൊക്കെ കാണിച്ചു തന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെയുള്ള വലിയ തിരക്ക് ഇപ്പോഴില്ല എന്നതാണ് നിലവിലത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അപ്പോൾ ശബരിമലയിൽ നിന്നുള്ള സന്നിധാനത്തുള്ള കൂടുതൽ കാഴ്ചകൾക്കായി തുടരുക റിപ്പോർട്ടറിനൊപ്പം.